ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും മനോഹരമായ സ്ക്രിപ്റ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ കുറേ കാലത്തിനിടയിൽ നമ്മൾ കണ്ടതും നമ്മൾ ഉള്ളിൽ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം ഓർത്തെടുക്കുന്നത് അപ്പോഴാണ്. ശങ്കരോട് എവിടേക്കോ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ശങ്കറിലുണ്ട്. ഒരുപക്ഷെ എന്നെ ഒരു നിരീശ്വരവാദിക്ക് തരണേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഖാവ് എന്ന് വേണമെങ്കിൽ കോരനെ കുറിച്ച് പറയാം. അത്യാവശ്യം ഹ്യൂമറൊക്കെ ഉള്ള ആളുകളെ രസിക്കാവുന്ന ഒരു സിനിമയാണ് എനിക്ക്. ഇർഷാദ് എന്ന് പറയുന്ന ആളെ എന്തിനാണ് കാസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട്. അത് കാണും കേട്ടോ. അത് നമുക്ക് കാണണം. അരിക് സിനിമയുടെ വിശേഷവുമായി VS സനോജ്, ഇർഷാദ് അലി. വെൽക്കം. യഥാർത്ഥ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്നാണല്ലോ സിനിമയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? അല്ല, ഇന്ത്യയിൽ നടക്കുന്ന കഥയാണ്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കഥയല്ല. കേരളത്തിലും മറ്റ് എല്ലാ ഈ ഇവിടുത്തെ ഇന്ത്യൻ ഒരു സമൂഹത്തിലുള്ള ഒരു ക്രോസ് സെക്ഷനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കുറേ കാര്യങ്ങൾ ഈ കഥ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് അത് പാൻ ഇന്ത്യൻ സ്റ്റോറി ആവുന്നത്. പലപ്പോഴും സിനിമകളെ സംബന്ധിച്ച് പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്നതിന് വേറെ എന്തൊക്കെയോ മാനദണ്ഡങ്ങളിലാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത് നമ്മൾ, അല്ലേ? ഇപ്പോൾ ഒരു 4 സ്ഥലത്ത് ഷൂട്ട് ചെയ്താൽ ഉടനെ പാൻ ഇന്ത്യൻ സ്റ്റോറിയാണെന്ന് സിനിമ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന ഒരു കാര്യം. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപശ്ചാത്തലമാണ് ഇതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഒരു പെർസ്പെക്റ്റീവ്. കണ്ടന്റാണ് ഇതിന്റെ പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത്. പാൻ ഇന്ത്യൻ സിനിമ എന്ന് വിളിക്കാനുള്ള കാരണം അത് എവിടെയും, ഇന്ത്യയിൽ എവിടെയും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് അത് പാൻ ഇന്ത്യൻ ആവുന്നത്. എങ്ങനെ ഇതിന്റെ ഭാഗമാവുന്നത്? നോർമൽ പ്രൊസീജിയർ തന്നെ. സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ആളുകൾ വന്ന് നമ്മളോട് കഥ പറയുന്നു. സത്യത്തിൽ സനോജും ഞാനും ഒരേ നാട്ടുകാരാണ്. വീട് അടുത്തടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കുഴപ്പം മാത്രമേ നമുക്കറിയൂ. അതായത് സിനിമയുമായിട്ട്, സബ്ജക്റ്റുമായിട്ട്, സ്ക്രിപ്റ്റായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. എൻ്റെ ക്യാരക്ടറാണെന്ന് പറയുന്നു. അപ്പോൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതിന്. ആ ശങ്കരൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ശങ്കറല്ല ശങ്കരൻ എന്ന് പറയുന്ന. അപ്പോൾ എന്തുകൊണ്ട് ഇർഷാദ് എന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാൻ എന്നുള്ളത്. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ ഒരാൾ വേണമല്ല. അപ്പോൾ സെന്തിലിൻ്റെ മകനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കോരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ. അപ്പോൾ രൂപം കൊണ്ട് ഞാൻ വലിയ നടൻ്റെ സംഭവമല്ല, രൂപം കൊണ്ട് എന്നെപ്പോലെ ഒരാൾ വേണം ആ ക്യാരക്ടർ ചെയ്യാൻ എന്നുള്ളത് കൊണ്ടുകൂടിയാണ് എനിക്ക് തോന്നുന്നു സനോജ് അത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. നോർമൽ പ്രൊസീജിയർ വന്ന് പറയുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും മനോഹരമായ സ്ക്രിപ്റ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അരിക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചെയ്തതിൽ ഏറ്റവും മനോഹരമായ ഒരു 10 ക്യാരക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്തുള്ള, അല്ലെങ്കിൽ ആ 10ൽ പെടുന്ന ഒരു ക്യാരക്ടറായിരിക്കും ശങ്കരൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമ്മളൊക്കെ ആയിട്ട് കുറച്ച് റിലേറ്റഡ് ആണ് ആ ക്യാരക്ടർ. വെച്ചാൽ എനിക്കിപ്പോൾ കവിത ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് ശങ്കരന് ഭയങ്കര പേഴ്സണലി എനിക്ക് കവിതകളോട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ശങ്കരനും അത്യാവശ്യം കവിത എഴുതുന്ന ഒരു ക്യാരക്ടറാണ്, കവിത പറയുന്ന ഒരാളാണ്. പ്രണയം, ശങ്കരന് പ്രണയമുണ്ട്. നമ്മളും ആരാണ് പ്രണയിക്കാൻ ഇഷ്ടമില്ലാത്ത? പ്രണയിക്കില്ല, പ്രണയമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു, ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞിരുന്നു, വളരെ കൊതിയോടെ ചെയ്തൊരു കഥാപാത്രമാണ് ശങ്കരൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ സനോജായിട്ടുള്ള അടുപ്പം നമുക്കങ്ങനെ, ക്യാമറമാൻ ആയാലും മനേഷ് ആയാലും എല്ലാവരും നമ്മളോട് ഭയങ്കര ഒരു കൂട്ടായ്മയിലുണ്ടായൊരു സിനിമ കൂടിയാണത്. പറയുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണെങ്കിലും വളരെ ലളിതമായിട്ടാണ്, ഒരു ദുരൂഹതയും ഇല്ലാതെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അരിക്, ഇർഷാദ്, സെന്തിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതേതൊരു അവാർഡ് പടം എന്ന് ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയല്ല ശരിക്കും പറഞ്ഞാൽ അരിക് എന്ന് പറയുന്നത്. വലിയൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും വളരെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ
ഒത്തിരി സറ്റയറൊക്കെ കൂടിയിട്ടാണ്. ഇപ്പോൾ റോണിയൊക്കെ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തമാശ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. എന്താണ് ഡിക്രൂസ് അല്ലേ? ഡിക്രൂസ്. ഡിക്രൂസ്. അപ്പോൾ അത്യാവശ്യം ഹ്യൂമറൊക്കെ ഉള്ള ആളുകളെ രസിക്കാവുന്ന ഒരു സിനിമയാണ് അരിക്. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഒരു ഭയങ്കര ദുരൂഹതയുള്ള ഒരു സിനിമയല്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമയുടെ ഭാഗമാവുന്നത്. ശരിക്കും ഇത് കൺസീവ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ. അല്ല, ഇത് സത്യത്തിൽ ഈ പ്രോജക്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് KSFDCയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ സമയത്താണ് ഞങ്ങൾ ഈ സിനിമ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജൂബി വർഗീസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോ-റൈറ്റർ ഉണ്ട്. ജൂബി ഞാനും കൂടെ വേറൊരു സ്ക്രിപ്റ്റ് നമ്മൾ തൃശ്ശൂർ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ആ സമയത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ സുനിലാണ് എന്നെ, KR സുനിൽ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള KR സുനിലാണ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സാധനം സബ്മിറ്റ് ചെയ്താൽ നന്നായിരിക്കില്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ദിലീഷ് പോത്തനൊക്കെ അത് ഇങ്ങനെ ഇട്ടിട്ട് കാണുന്നുണ്ട് പോസ്റ്റ്. അങ്ങനെ അപ്പോഴാണ് ഈ ഒരുപക്ഷെ നമ്മൾ കുറേ കാലത്തിനിടയിൽ നമ്മൾ കണ്ടതും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം ഓർത്തെടുക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങളായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വെറുതെ ആവശ്യമില്ല. ഇല്ല, സത്യത്തിലില്ല. കാരണം അത് വേറൊരു ഏജിലും വേറെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ള ആത്മാംശം അതിനകത്തുണ്ടാവുമായിരിക്കും. ഞാൻ ഭയങ്കര സീരിയസ് ആയി പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഇത് ഇർഷാദ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആ സമയത്താണ് കഥയുടെ ഒരു ത്രെഡ് നമ്മൾ ആലോചിക്കുന്നതും. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഇപ്പം നമുക്ക് വി ശ്രീരാമൻ്റെയൊക്കെ കഥകളിൽ നമ്മൾ വായിച്ചൊരു ലോകമുണ്ട് അല്ലേ, നമ്മൾ കുന്നോളത്തൊക്കെയുള്ള കുറേ മനുഷ്യരുടെ. അപ്പോൾ അതല്ലാതെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഏതൊക്കെയോ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങളൊരു സ്പാർക്കിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയതാണ്. ആ കഥ ഡെവലപ്പ് ചെയ്തു ഞങ്ങളപ്പോൾ. അത് കുറച്ച് ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റൊക്കെ ആയിരുന്നു. പക്ഷെ അത് ആ പ്രോസസ്സിലൂടെ കടന്നു വന്ന് പിന്നെ അത് സെലക്ട് ചെയ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു സിനിമയായിട്ട് മാറുന്നതാണ്. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ഇർഷാദിന് പോലെ ഒരാളാണ് ആ ക്യാരക്ടറിന് ആപ്റ്റ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടത്തിയത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇർഷാദ് എന്ന് പറയുന്ന ആളെ എന്തിനാണ് കാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ആക്ടറെ നമ്മൾ വിളിക്കുന്നത്. ആ സിനിമ പറയുന്നത് അതെ, അത് ആ സിനിമ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് പോയെന്നുള്ളത്. പിന്നെ സെന്തിലിൻ്റെ കാര്യത്തിലും സെന്തിലിനെ ഞാൻ പരിചയപ്പെടുന്നത് രാജീവേട്ടൻ്റെ പടം മറ്റേ കുറ്റവും ശിക്ഷയുടെ സെറ്റിൽ ആണ് ഞാൻ പുള്ളിയെ കാണുന്നത്. അപ്പോൾ രാജീവേട്ടൻ്റെ ചീഫ് അസോസിയേറ്റ് രാജേഷ് ഉണ്ട്. രാജേഷാണ്. എന്നിട്ട് പിന്നീട് ഞങ്ങൾ സംസാരിക്കുമ്പം സെന്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചാലോ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും കഥ പറയുന്നതും അങ്ങനെയാണ് വന്നത്. പിന്നെ ഇതിന് എനിക്ക് ഈ സിനിമയിൽ ഒരു ഭയങ്കര ട്രിഗർ എന്താണ് അതിനകത്തൊരു എനർജി ലെവൽ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് അധികം പറയാത്ത ഒരു ലോകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ ക്യാരക്ടേഴ്സിൽ നമുക്കുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നീഷ്യന്മാരെല്ലാവരും മലയാളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ ഒരു ടെക്നിക്കലി അതെ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം അത് ആ രീതിയിൽ എനിക്ക് ടെക്നിക്കലി അത് വളരെ രസകരമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പം മനീഷ് മാധവൻ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ, ഇലവിഴ പൂഞ്ചറയൊക്കെ ചെയ്ത 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മനീഷാണ് ക്യാമറ ചെയ്യുന്നത്. എഡിറ്റർ പ്രവീൺ മംഗലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്ററാണ്. അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നതാണ്. പുള്ളി 10 സ്പോർട്സിൻ്റെ പ്രൊമോ കട്ട് എഡിറ്ററായിരുന്നു ദുബായിൽ. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരാണ്. അതുപോലെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരുപാട് കാലഘട്ടങ്ങൾ വരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് ഒരു വീട് തന്നെ 3 കാലഘട്ടത്തിലേക്ക് മാറ്റി ചെയ്തു. അങ്ങനെയൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് കാണിച്ച ആളുകളാണ്. അപ്പം അങ്ങനെ വലിയ സിനിമകളുടെ എന്ന് പറയുന്ന ആ രീതിയിൽ മലയാളത്തിലെ ഏറ്റവും കമേഴ്സ്യലായ വലിയ ടെക്നീഷ്യന്മാരുടെ ഒരു ടീം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ആ രീതിയിൽ ഇതൊരു വലിയ സിനിമയാണ്. വിജയേട്ടനെ പോലെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തത് അതായത്
ബിജിയേട്ടൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ബിജിപാലാണ്. അപ്പോൾ ബിജിപാൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ട് ഡയറക്ടർമാരാണ് ഗോകുൽദാസ് അജയൻ ചാലിശ്ശേരി. അപ്പോൾ ഒരാൾ മഞ്ഞുമൽ ബോയ്സ് ഇപ്പുറത്ത് എന്ന് പറയുന്ന പോലെ ഉള്ള തുറമുഖം എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമകളാണ്, ജല്ലിക്കെട്ടൊക്കെ പോലുള്ള വലിയ സിനിമകൾ ചെയ്ത 2 പേരുടെയും ടൈറ്റിൽ കാർഡിലുള്ള സിനിമയായിരിക്കും ഇത്. ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ചെയ്തത് അജയനാണ്, ആർട്ട് ചെയ്തത് ഗൂഗിളാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും അങ്ങനെ ഒരു വളരെ രസകരമായിട്ട് കഥ പറയുമ്പം വിജയേട്ടന് കണക്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. അതുപോലെയുള്ള ആളുകളാണ്. കുമാർ എടപ്പാളാണ് കോസ്റ്റ്യൂം, അതുപോലെ ശ്രീജിത്ത് ഗുരുവായൂർ മേക്കപ്പ്, പിന്നെ എസ് മുരുകൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്ന ആളാണ്. പുള്ളിയാണ് അതിൻ്റെ ലൈൻ പ്രൊഡ്യൂസർ. പിന്നെ നല്ല ഒരു ഡയറക്ഷൻ ടീമും ഒപ്പം ഉണ്ടായി. ആ രീതിയിൽ ടെക്നിക്കലി ആ രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവരുടെ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ക്ഷമ എന്നെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. 3 തലമുറയുടെ കഥയാണല്ലോ പറയുന്നത്. 1960 തുടങ്ങിയിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു സിനിമ എടുക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ 3 കാലഘട്ടങ്ങളിലൂടെ പോകുന്നത്? അതായത് അത് നമ്മൾ ഈ കഥ കൺസീവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കിടന്നപ്പോൾ അതങ്ങനെ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവുക, അതങ്ങനെ എഴുതപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സ്ട്രഗിൾ അത് ഷൂട്ട് ചെയ്യുമ്പോഴാണല്ലോ. കാരണം നമുക്ക് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഇത് ഒരു 1.5 കോടി രൂപയുടെ ബഡ്ജറ്റിലുള്ള സിനിമ. പിന്നെ നമ്പർ ഓഫ് ഡേയ്സിൽ ഞങ്ങൾക്കുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര ദിവസത്തെ ലിമിറ്റിലാണ് നമ്മളത് ഷൂട്ട് ചെയ്യുക. കാരണം നമ്മുടെ നമ്പർ ഓഫ് പെർ ഡേയ്സിൻ്റെ ഒരു ലിമിറ്റിൽ നമുക്ക് ബഡ്ജറ്റ് മാനേജ് ചെയ്ത് പോകണം. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ സമയത്തുള്ള നിരവധി സീക്വൻസുകൾ പല സമയങ്ങളിലും പല കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഒരുപാട് ലൊക്കേഷൻ ചേഞ്ചസ്, ക്യാരക്ടേഴ്സിൻ്റെ ഗെറ്റപ്പുകളിലുള്ള ചേഞ്ചസ്, UP വരെ പോയി ചെയ്യണം. അപ്പം അതൊരു ഭയങ്കര രസകരമായിരുന്നു, എന്നാൽ ഭയങ്കര ചലഞ്ചിങ്ങും ആയിരുന്നു. ആ രീതിയിൽ ഞങ്ങളത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളത് ഭയങ്കര രസമായിട്ടാണ് ഷൂട്ട് ചെയ്തോണ്ട്. ഞങ്ങൾ സെറ്റിൽ കയറാൻ വരെ ഉണ്ടായിരുന്നു. ഈ 1.5 കോടി രൂപ ബഡ്ജറ്റിലെ സിനിമയിൽ കയറാൻ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയാണ് നമ്മൾ പൈസ ചിലവാക്കി വെക്കുക. ആർഭാടങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് സുഖലോലുപതയിലൊന്നും ഞങ്ങൾ ഇല്ലാതെ സിനിമയ്ക്ക് എത്രമാത്രം സിനിമ ആ പ്രൊഡക്റ്റിന് വേണ്ടി എന്തുമാത്രം ചിലവഴിക്കുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് സാധാരണ നമ്മൾ ഈ സിനിമകളുടെ പാറ്റേണിലുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയിൽ തന്നെയുള്ള സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ബഡ്ജറ്റിലാണ് ആ സിനിമ ചെയ്തതെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലേക്ക് ഒരു വലിയ സിനിമയുടെ തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു നമ്മൾ അനമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് തന്നെയാണ് ആ രീതിയിൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ടെക്നിക്കലി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യം. അപ്പോൾ അതിലേക്ക് ഈ കാലഘട്ടം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സപ്പോർട്ടാണ് ഇപ്പോൾ ഈ ആർട്ട് ഡയറക്ടർ ഉൾപ്പെടെ അവരുടെയൊക്കെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം അതാണ്. ശങ്കരൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ആവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു 10 കഥാപാത്രങ്ങൾ എടുത്താൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ശങ്കരൻ എന്ന് പറയുന്നത്. ശങ്കരോട് എവിടേക്കോ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ശങ്കരനിലുണ്ട്. അതുമാത്രമല്ല, ശങ്കരൻ എനിക്കിഷ്ടമുള്ള മനുഷ്യനും കൂടിയാണ്. ഞാൻ നോക്കിക്കാണുമ്പോൾ ഞാനെന്ന വ്യക്തി ഒരു ശങ്കരനെ കാണുകയാണെങ്കിൽ എനിക്ക് ആ ശങ്കരനോട് ഭയങ്കര ഇഷ്ടമാണ്. ആ മനുഷ്യനോടുള്ള സ്നേഹം ശരിക്കും ഞാൻ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് കുറേ കൂടി മീൻസ് എൻ്റെ പ്രകടനത്തിൽ അത് ഫലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്കിഷ്ടമാണ് അയാളെ. അപ്പോൾ പിന്നെ എൻ്റെ എനിക്കിഷ്ടമുള്ള വേറെ കുറേ കാര്യങ്ങൾ അയാളിലുണ്ട്. മനുഷ്യരെന്ന നിലയിലും ശങ്കരൻ വളരെ നല്ലതാണ്. ഇഷ്ടപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ ഏറ്റവും മികച്ചവരാണ് ശങ്കരൻ. അത് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മൾ പറയും ഈ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതൊന്നും നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിന് സമയത്തൊന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും നമ്മൾ
അതൊന്നും ചോർന്ന് പോകാതെ തന്നെ നമ്മൾ കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഓണൊക്കെ ആഘോഷിച്ചു അല്ലേ, ഓണസദ്യയൊക്കെ ഭയങ്കര രസകരം. ഷൂട്ടിംഗ് സമയത്ത് ഓണ സമയത്ത് അതൊക്കെ ഭയങ്കര രസകരമായിട്ട് അങ്ങനെ ഒരു സിനിമ എന്നുള്ള അപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിന്റെ ഒരു സാധനം കൂടി ഇതിൽ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയ്യാവുന്ന. പിന്നെ ഞാൻ ഈ 2 കഥാപാത്രങ്ങളെ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണ്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ അബു കാണണം. അബുകളുടെ പല സ്ഥലത്ത് കാസ്റ്റിംഗ് ഞങ്ങളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 പേരെ. പക്ഷെ എനിക്ക് ഭയങ്കര എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന ആയാലും വേണ്ടില്ല, സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന ഡോക്ടർ റോണി ആയാലും വേണ്ടില്ല, ഈ 2 സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് 2 പേരെ ഓർമ്മ വരികയും മീൻസ് അങ്ങനെയാണ് അതിനെ കാണാൻ പറ്റിയത്. അത് ഞാൻ സനോജിനോട് ഷെയർ ചെയ്യും, സനോജ് അവരായിട്ട് സംസാരിക്കുകയും കറക്റ്റാണല്ലോ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണെന്ന് അത് തോന്നുകയും സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയിൽ അവർ 2 പേരും നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ മേലെ ശരിക്കും ചെയ്യാവുന്ന രീതിയിലേക്ക്. റോണിയിലൊക്കെ ഞാൻ പറഞ്ഞാൽ വേറെ തന്നെ ലെവലില് ഭയങ്കര ലൈവ് വരുന്നൊക്കെയാണ്. അങ്ങനെ നിൽക്കേണ്ട ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ റോണി അല്ലാതെ വേറൊരാളെ എനിക്ക് തോന്നിയേ ഇല്ല ശരിക്കും പറഞ്ഞു. അത് ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയത് 100% ശരിയാണെന്ന് തോന്നാവുന്ന പ്രകടനമാണ് റോണിയിൽ കാഴ്ചവെച്ചത്. ധന്യവിനെ ഞങ്ങൾ അതിന് മുമ്പ് 1-2 പടം ചെയ്തിട്ടുള്ള നമുക്കറിയാം. ധന്യ റോണിയായിട്ട് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ഈ ക്യാരക്ടറിന് അത് ഭയങ്കര ആപ്റ്റായിരുന്നു. ഞാൻ എൻ്റെ സജഷൻ കറക്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ, സിനിമ കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തത്. ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് അരിക് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? അരികെന്ന് പറയുന്ന സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ. അത് ഇന്ന് പറയേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് എനിക്കും സംവിധായകനുള്ളതുപോലെ തന്നെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം. പാൻ ഇന്ത്യ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു കേരളത്തിൽ മാത്രം ഒരു കേരളീയ സമൂഹത്തിൻ്റെ മാത്രം വിഷയമല്ല ശരിക്കും പറഞ്ഞത്. അത് പാൻ ഇന്ത്യൻ സ്റ്റോറി തന്നെയാണ്. അല്ലെങ്കിൽ എവിടെയും മീൻസ് പറയാവുന്ന ഒരു കഥയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യവസ്ഥിതി തീർച്ചയായിട്ടും പറയേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ടന്റാണ് നമ്മൾ ഇന്ന് ഈ സിനിമ പറയണം എന്ന് തോന്നി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ അത്തരം സിനിമകൾ, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ മലയാളത്തിൽ കുറവാണെന്നുള്ളൊരു തോന്നലുണ്ടോ? അതിനെക്കുറിച്ചൊന്ന്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം ലോകത്തിൽ സിനിമകളിൽ ഒരു പ്രത്യേക രീതിയിൽ ചില വിഷയങ്ങളെ കാണുന്ന പെർസ്പെക്റ്റീവുള്ള സിനിമകൾ കുറവായിരിക്കും. നമ്പർ ഓഫ് സിനിമകൾ കുറവായിരിക്കും. അല്ലാത്ത സിനിമകളോ അല്ലാത്ത തരം കഥകൾ അവതരിപ്പിക്കുന്ന സിനിമകളോ അതിൻ്റെ വേറെ തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവത്തിലുള്ള സിനിമകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില സ്വീകാര്യതകളുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള സിനിമകൾ എന്ന് പറയുന്ന അതിൻ്റെ ഒരു അട്രാക്ഷൻ കൂടി വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥകൾക്കും വളരെ ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളുടെ ഒരു പാറ്റേണിൽ തന്നെ എന്നാൽ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ വിജയിച്ച പൊന്മാൻ എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകൾക്ക് അത്തരം വിഷയങ്ങൾ വളരെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവതരിപ്പിച്ചാൽ അത് ആളുകളിലേക്ക് വരുന്നു. അതങ്ങനെയൊക്കെ തന്നെ സ്വീകരിക്കപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്ന് അത്തരം സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെന്ന് തീരുമാനിക്കുന്നതിലൊരു ചലഞ്ചുണ്ട്. അല്ലെങ്കിൽ അതിലൊരു എന്താ പറയുക, അതിനകത്തൊരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഉണ്ടാക്കിയെടുക്കലാണ്. അതെ, ഈ സിനിമ പറയുന്ന ഒരു വിഷയം ഇന്ന് കേരളത്തിലുണ്ടോ എന്ന് പലർക്കും തോന്നാം. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്, ഇതിവിടെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ പാൻ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ നമ്മൾ ഉത്തർപ്രദേശിൽ ഷൂട്ട് ചെയ്ത സിനിമ ആ രീതിയിൽ വലിയ ഒരു ലോകത്തെ കാണിക്കുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ പോലും കേരളത്തിലെ മലയാളിയുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മുഖത്തേക്കുള്ള ഒരു ടോർച്ചടിക്കലാണ് സത്യത്തിൽ ഈ സിനിമ. അപ്പോൾ അത് ആളുകൾക്ക് ആ രീതിയിൽ മനസ്സിലാവും, അല്ലെങ്കിൽ പ്രേക്ഷകന് അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ വേറൊരാൾക്കറിയാവുന്ന കേട്ട ഒരു കാര്യമാണല്ലോ ഇതെന്ന് ഒരു പക്ഷേ പ്രേക്ഷകൻ സംസാരിക്കുകയോ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മലയാളികളുടെ ഉള്ളിലുള്ള ഒരു സാധനം നമ്മൾ പുറത്തിടുകയാണ്. അതെ അതെ,
ആ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഒരു സ്വീകാര്യതയിൽ നമുക്ക് ആ രീതിയിൽ വിശ്വാസമുണ്ട്. കാരണം ആളുകൾക്ക് മനസ്സിലാവും, കണക്ട് ചെയ്യും. സെന്തിലിനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗോ ത്രൂ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് കാലം മാറുമ്പോൾ അയാളുടെ കൊച്ചുമകളിലേക്ക് വരുമ്പോൾ അവരും അത് അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അയാൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളതിപ്പോഴും ഇപ്പോൾ പറഞ്ഞത് തന്നെ എന്താ പറയുക, സമൂഹത്തിൽ അത് കാലഘട്ടം മാറുന്നുണ്ടെങ്കിലും ഒരു മാറ്റം വരുന്നു. മാറ്റം വരുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് എന്താ? അതാണ് നമ്മൾ പറയുന്നത്. അതായത് കോരൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, കോരൻ ഭയങ്കര നമുക്കറിയാലോ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിൻ്റെ സമയത്താണ് കോരൻ്റെ മകൻ ജനിക്കുന്നത്. അപ്പോൾ അയാൾ ഓൾറെഡി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരേ സമയം അയാളുടെ വിശ്വാസം, അയാളുടെ ഭഗവതിയും അതേസമയം അയാളുടെ പാർട്ടിയും അയാളുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ എന്നെ ഒരു നിരീശ്വരവാദിക്ക് തരണേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഖാവ് എന്ന് വേണമെങ്കിൽ കോരനെ കുറിച്ച് പറയാം, അല്ലേ? അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ വളർന്നത്, ജീവിച്ചത്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള തലമുറ ഉണ്ടായത്. അതിനുശേഷം ശങ്കരനിലേക്ക് വരികയും ശങ്കരന്റെ ഒരു തലമുറ പേരിലുള്ള കാരണം അങ്ങനെ ഒരുപാട് കണക്റ്റുകളുണ്ട് ഇതിനകത്ത്. ഒരുപാട് പേരുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില എന്താ പറയുക സബ് ടെക്സ്റ്റുകളുണ്ട്. ശങ്കർ എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ആൾ ശങ്കർ എന്ന് പേരിടാതെ ശങ്കരൻ എന്നിടുന്നതെന്നുള്ള കൃത്യമായ ഒരു ബോധ്യം അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിൻ്റെ സമയത്ത് ജനിക്കുന്ന മകൻ 57 കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നു. അത് കഴിഞ്ഞ് വിമോചന സമരത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിൽ കേരളത്തിൽ ഇല്ലാതാവുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാൾ ഇവിടെ പേരിനോട് ഒരു സാമ്യം, അതായത് ആർ ശങ്കറിനെ പോലെയോ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ പോലെയൊക്കെയുള്ള ആളുകളിലൂടെ കടന്നു വന്ന ഒരു വിമോചന സമരത്തിൻ്റെ ധാരയുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കോരന് കൃത്യമായ ധാരണയുണ്ട്. അതല്ല, ശങ്കറല്ല വേണ്ടത്, EMSന്റെ പേരുള്ള ഒരു മനുഷ്യൻ വരണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ കണക്ഷൻ, നിലപാടും അത്തരത്തിലുള്ള അനുബന്ധങ്ങൾ. സാധാരണക്കാരന മനുഷ്യനാണെങ്കിലും അത് ധാരണയും വീക്ഷണവും ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം പെൺകുട്ടിയായിരുന്നെങ്കിൽ ഗൗരി എന്ന് പേരിട്ടേന് എന്ന് പറയുന്ന, അല്ലേ? അതുകൊണ്ട് പിന്നെ ശങ്കരൻ എന്നുള്ള പേരിന് വേറെ തരത്തിലൊരു പ്രത്യേകതയുണ്ട്. ശങ്കരൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു രാഷ്ട്രീയമാനം തന്നെ വേറെയാണ്. ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ട് ഒരു സാധാരണ തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഒരു ദളിത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഥാപാത്രത്തിനും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ശങ്കരൻ എന്ന് പേരുണ്ട്. എല്ലാ മനുഷ്യരുടെ പേരുകൾക്കും ആ ഒരു ഇതില്ല. ചില പേരുകൾ ചില വിഭാഗങ്ങളുടേത് മാത്രമായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ശങ്കരനുള്ളൊരു വ്യത്യാസം അതാണ്. ശങ്കരൻ നമ്പൂതിരിപ്പാടും കർഷക തൊഴിലാളിയായ ദളിതനായ ശങ്കരനും ഉള്ള ഒരു എന്തോ ഒരു യുണീക്ക്നെസ്സാണ് ആ പേരിൻ്റെ ഒരു പ്രത്യേകത. ആ പേരിലൂടെയാണ് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മാനം ശരിക്കും ഈ ക്യാരക്ടറിനുണ്ട്. KSFTC ആണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞു ബഡ്ജറ്റിൻ്റെ കാര്യം, പരിമിതമായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ നിന്നാണ് സിനിമ ചെയ്തത് എന്നുള്ളത്. അതുപോലെ മറ്റു തരത്തിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ സിനിമ ചെയ്ത സമയത്ത്? അതായത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു പദ്ധതിയാണല്ലോ, സർക്കാർ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ രീതിക്കനുസരിച്ച് തന്നെയായിരിക്കും അവരുടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിനകത്ത് നിന്നിട്ട് നമുക്ക് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചത്, അല്ലേ? അതിലേക്ക് നമ്മളുടെ ക്രിയേറ്റീവ് എനർജി എത്ര കണ്ട് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, എല്ലാ ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യന്മാരെല്ലാം തന്നെ അവരുടെ ഒരു റിയൽ റെമ്യൂണറേഷനിൽ വർക്ക് ചെയ്തൊരു സിനിമയല്ലേ. അവർ ആ സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഡൻസിലോ നമ്മളത് നറേറ്റ് ചെയ്തതിലോ ആ കഥയെ കുറിച്ചുള്ള ഇഷ്ടം കൊണ്ടും നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില തെരഞ്ഞെടുപ്പുകൾക്കും കൂടെ ആ രീതിയിൽ കാരണമായിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലം, നമ്മുടെ ബന്ധങ്ങൾ. UP പോയിട്ട് പോലും ഷൂട്ട് ചെയ്തു. നമ്മുടെ ഈ ബഡ്ജറ്റൊന്നും, ഈ അനുവദിച്ച ബഡ്ജറ്റ് വെച്ച് UP ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ പൈസ അല്ല, ഈ സിനിമയുടെ മുഴുവൻ കോസ്റ്റും വേണം UP ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് വരണമെങ്കിൽ. അപ്പം ആ വെല്ലുവിളികളൊക്കെ സനോജും ക്രൂവും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമാക്കാവുന്ന രീതിയിൽ ഈ വിഷയം പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അത് സിനിമയിലേക്ക് വരുമ്പോൾ ഓടിപ്പിക്കലായിരുന്നു തന്നെ.
ട്രാൻസ്ഫറുകളെ യാത്ര എന്ന് പറഞ്ഞ് ഞാൻ ഭംഗിയാക്കി ഞാൻ ഇത്തിരി ഭംഗിയാക്കി പറഞ്ഞത് കിട്ടുന്ന ട്രാൻസ്ഫറുകളൊക്കെ യാത്രകളാക്കി മാറ്റാൻ പറ്റി എന്നുള്ളതാണ് സനോജിന്റെ വിജയം. എന്നെ എയറിൽ നിർത്തിയിരിക്കുക. പക്ഷെ അത് മറ്റുള്ളവർ കാണിക്കാതെ സനോജ് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതേക്കുറിച്ച് പുസ്തകം എഴുതി. എഴുതി. അത് സിനിമയെ എങ്ങനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അതായത് സിനിമ എന്നുള്ളതിനേക്കാൾ കഥാപാത്രങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മൾ പല സ്ഥലത്ത് പല കാലങ്ങളിൽ അല്ലെങ്കിൽ പല സമയങ്ങളിൽ കണ്ട ആൾക്കാരെ നമുക്ക് മനസ്സിലേക്കൊക്കെ വരാൻ ചിലപ്പോൾ ഒരുപക്ഷെ യാത്രകൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ. അത് നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ അങ്ങനെ ഡെലിബറേറ്റ്ലി അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആലോചിക്കുന്നൊന്നുമില്ല. അത് നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ കയറി വരുന്നതാണ്. നമ്മുടെ യാത്ര പോയേക്കാൻ കുറച്ച് കഥാപാത്രങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം അത് സംഭവിക്കും. അത് മനുഷ്യന് ഭയങ്കരമായിട്ട് നവീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മളെ കൂടുതൽ എന്താ പറയുക റീഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് വായന പോലെ തന്നെയാണ് യാത്ര. രണ്ടും മനുഷ്യനെ നവീകരിക്കും. പിന്നെ ശരിക്കും യാത്ര ഒരാളിൽ ഗുണമുണ്ടാക്കുക ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഒരു നിസാരത നമുക്ക് ബോധ്യപ്പെടുന്നത് യാത്രകളിലാണ് അല്ലേ. നമ്മുടെ ഒരു കംഫർട്ട് സോണിലല്ലാത്തൊരു യാത്രയിൽ നിന്നാണ് നമ്മുടെ കുറേ അഹംബോധങ്ങളെയും ഒക്കെ അത് ഉരുക്കി കളയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാണും. നമ്മൾ ഒരു തരത്തിലും വിചാരിക്കാത്ത തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ വിചാരിക്കാത്ത ആളുകളിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് വലിയ ടേണുകൾ ഉണ്ടാവും ലൈഫിൽ. എന്നെ സംബന്ധിച്ച് എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് നടന്ന യാത്രകളാണ്. പക്ഷെ അതിനെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അതിനെ വേറെ തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ഗുണം ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനി അടുത്ത് ഞാനൊരു സിനിമ എഴുതുമ്പോഴൊക്കെ അതിനെന്നെ ഒരു അസറ്റായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സിനിമയിൽ വരുന്ന UP എപ്പിസോഡ് എന്ന് പറയുന്നത് സനോജിൻ്റെ UP കാലഘട്ടത്തിൽ സനോജ് അറിഞ്ഞും അനുഭവിച്ചുമായ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും പറയാൻ പോലെ എന്തിന്റെ പുറത്താണ് യാത്ര നടത്തി അല്ലെങ്കിൽ എങ്ങനെയാണ് UP എറിയപ്പെട്ടത് എന്നുള്ളതല്ല, അതിനെങ്ങനെ എൻകാഷ് ആക്കുക എന്നുള്ളത് അതിന് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 28-ാം തീയതി റിലീസാണ് സിനിമ. അപ്പൊ പ്രേക്ഷകരുടെ അടുത്ത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകർ അതായത് പലതരത്തിലുള്ള, എനിക്ക് തോന്നുന്നു ലോകത്ത് നമ്മളിപ്പോൾ സിനിമകൾ കാണുന്നത് പല ജോണറിലുള്ള സിനിമകളുടെ ഒരു നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഒക്കെയുള്ള ഗംഭീരമായിട്ടുള്ള സിനിമകളുടെ ഒരു സെൻസിബിലിറ്റിയിലാണ് നമ്മളിപ്പോൾ ഓഡിയൻസ് നിൽക്കുന്നത്. അത് തന്നെയാണ് വലിയ സാധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പാറ്റേണുകൾ മാത്രം പിടിച്ച് സിനിമ കാണുന്ന ശൈലിയിൽ നിന്നൊക്കെ ആൾക്കാർ തന്നെ മാറി ആളുകളുടെ അത് നല്ലൊരു പോസിറ്റീവ് സാധനമാണ്. അത് നമുക്ക് വലിയ ഗുണമാണ്. പലതരത്തിലുള്ള സിനിമകൾ, പലതരം വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വൈവിധ്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് പ്രേക്ഷകർക്ക് ഇന്ന പാറ്റേണുള്ള സിനിമയെ അല്ലെങ്കിൽ ഇന്ന ജോണുള്ള സിനിമയെ കാണുക എന്നുള്ള അങ്ങനെ സംഭവങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ എല്ലാം പുതിയതിനെയും സ്വീകരിക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെ പ്രത്യേകിച്ച് കേരള സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് നമുക്ക്. അതെ. അപ്പോൾ അവർക്ക് വേറൊരു സിനിമയാണ് നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര വലിയ ആ അർത്ഥത്തിലല്ല, നമ്മൾ ലൈറ്ററായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, വലിയ ഗൗരവമുള്ള ഒരു വിഷയം ഒരു ഫാമിലിയിലൂടെ കുറച്ച് കാലഘട്ടത്തിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഇതൊരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുമെന്നല്ല, ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളത് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതും കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്ത് ഒരു ദുരൂഹതയും ഇല്ലാതെയാണ് ഈ സിനിമ സംസാരിച്ചു പോകുന്നത്. ഒരു ദുരൂഹമായ ഷോട്ടുകൾ പോലും ഇല്ല. അത്യാവശ്യം നർമ്മങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ. റോണിയുടെ ചില ഡയലോഗ്സൊക്കെ അതുപോലെ ഞാൻ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് നല്ല മാമ്പഴപ്പുളിശ്ശേരി പോലെ നല്ല അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള തമാശകളൊക്കെ അതെ പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന ഒരു സിനിമയാണ്. അവര് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കണ്ടാൽ സന്തോഷം ഉണ്ടാകും. അതാണ് നമ്മുടെ സന്തോഷം. എന്തായാലും അവരെ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല ഒരിക്കലും. ആ സിനിമ കൊള്ളാം, രസമുണ്ട്, പറയേണ്ട വിഷയം തന്നെയാണ് എന്ന്
ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത് നല്ലൊരു ശതമാനം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അത് ഏറ്റെടുക്കുന്നത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. നന്ദനാവട്ടെ. അതിനോട്ട് അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ സിനിമ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.